മിഞ്ചേച്ചി ഈ മാല മനസ്സിലായോ ആരതാന്ന്? മറ്റേ മറ്റേ പട്ടികളെ അവരില്ലേ, പട്ടികളെ വീട്ടിലവരില്ലേ, അവരെ എനിക്ക് തോന്നുന്നു ഓർക്കുന്നുണ്ടോ? അവർ എന്ത് പട്ടിയാണ്? ഡോബർമാൻ അതല്ല, പട്ടിൻ്റെ പേര് ഞാൻ മറന്നു. ആ, അവരെനിക്ക് തന്ന ആ മാല. ഇതിൻ്റെ ബാക്കിൽ സ്റ്റോണാണ്. ചേച്ചി ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ചേച്ചിയായിട്ടാണ് എനിക്ക് ഷൂ വാങ്ങാൻ പൈസ തന്നത്. 5000 റുപ്പീസ് തന്നു ഷൂ വാങ്ങാനായിട്ട്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഷൂ വാങ്ങി കൊടുത്തത്. 5246 രൂപയായി. അപ്പോൾ എനിക്ക് ഷൂ പാകമല്ല. ഞാൻ ഷൂവിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. പാകമല്ല, ഇച്ചിരി ചെറുതായിപ്പോയി. ഇത് വെയിറ്റ് ഇല്ലാത്ത ഷൂ. അപ്പം നമുക്കത് അല്ലെങ്കിൽ അവരുടെ ആപ്പിൽ കയറി വാങ്ങിയ കാര്യമാണ്. മറ്റേതെനിക്കറിയില്ല. മറ്റേ ഓൺലൈൻ വഴി ആമസോൺ വഴിയൊക്കെ വാങ്ങുന്ന കാര്യം എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതിന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ അവരുടെ ആപ്പിൽ കയറിയാണ് വാങ്ങിയത്. അപ്പോൾ എനിക്കത് പാകമല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ അവരോട് പോയി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഷൂ ഇങ്ങ് കൊണ്ടുപോവാ, എന്നിട്ട് നിങ്ങൾക്ക് ഇതിവിടെ വേറെ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ 2 പ്രോഡക്റ്റ് അവിടെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷൂസിന് അത്രയും റേറ്റ് ഇല്ല. അവരുടെ അടുത്ത് ഒരു 4000-ന് താഴെയുള്ളൂ ഷൂസ്. പിന്നെ ഒരു കോട്ട്. കാരണം നമ്മൾ ഈ എമൗണ്ടിനെ പർച്ചേസ് ചെയ്യണമെന്നുള്ളത് ഉറപ്പാണ്. 5000 കയ്യിൽ പൈസ തരില്ല എന്ന് പറഞ്ഞു. കയ്യിൽ പൈസ കിട്ടാനായിട്ട് കുറേ പ്രൊസീജിയറുണ്ട്. പിന്നെ അപ്പോൾ എനിക്ക് അതിന് പുറകെ നടക്കാൻ സമയമില്ല. പിന്നെ കിട്ടിയ ഷൂ കൊള്ളാം, നല്ലതാണ്. ഇന്നലെ കണ്ട ഷൂ നല്ലതാണ്. ഭയങ്കര ഹൈറ്റൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, ബ്രാൻഡഡ് ആണല്ലോ, ജയിക്കട്ടെന്ന് വിചാരിച്ചു. ചേച്ചി എന്തായാലും എനിക്ക് തന്നതല്ലേ, വാങ്ങിച്ചോടി എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അപ്പോൾ ചേച്ചീൻ്റെ മോൻ്റെ കല്യാണമാണ്. ഞാൻ അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കേണ്ടത്, ചേച്ചി ഇങ്ങോട്ട് ഗിഫ്റ്റ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും കല്യാണ ഡ്രസ്സും ഇതുമൊക്കെ അല്ലേ എടുക്കാൻ പോകുന്നത്. ഞാൻ കല്യാണത്തിൽ അങ്ങ് എത്തുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ തന്നത്. അയ്യോ, ഞാൻ ആ സാധനങ്ങളൊന്നും ഇടാൻ മടിയാണെന്നറിയാമല്ലോ. വലിയ വില ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വലിച്ചു തൂക്കിയിട്ട് കിടക്കാൻ ഭയങ്കര പാടാണ്. കല്യാണത്തിനൊക്കെ നടക്കുമ്പോഴല്ലേ പണ്ടാരതങ്ങനെ വലിച്ചൂരി ദൂരെ കളഞ്ഞിട്ട് എന്തെങ്കിലും എടുത്ത് ഇടാൻ തോന്നും. മനസ്സിലായോ? ഓടി വന്നിട്ട് ഞാനിതെല്ലാം വലിച്ചൂരി ദൂരെ കളഞ്ഞിട്ട്, എൻ്റെ അമ്മ എന്ത് സമാധാനം അറിയോ. അടുത്ത് ഉണ്ടാവുമല്ലോ, ഇവിടെയൊക്കെ അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞ് അടുത്ത് ഈവനിങ് വേറെ റിസപ്ഷൻ ഉണ്ട്. പിന്നെ അപ്പോഴേക്ക് ഞാനിവിടെ നിന്ന് മാറി വേറെ വീണ്ടും ചെല്ലും അടുത്ത കുപ്പായമായിട്ട്. പണ്ടാരം വീണ്ടും വന്നിട്ട് രാത്രിയാകുമ്പോൾ ഇതെല്ലാം അഴിച്ച് മാറ്റണമല്ലോ. പിന്നെ അടുത്ത് നെക്സ്റ്റ് ഡേ അങ്ങോട്ട് പോവും, പെണ്ണിൻ്റെ വീട്ടിലോ ചെക്കൻ്റെ വീട്ടിലോ ഒക്കെ പോവും. അപ്പോൾ അതിനും വീണ്ടും ഇടണം. ഇതൊക്കെ ഉണ്ടല്ലോ. ഇന്നലെ ഞാനൊരാളുടെ ഇത് കണ്ടു. അതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും കേട്ടോ, പക്ഷേ എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ ഭയങ്കര സംഭവങ്ങൾ. കാണാൻ നല്ല ലുക്കാണ്.